ഹലോ ഓൾ 2025 ഒക്ടോബർ ബാച്ചിൽ എക്സാമിനേഷൻ എഴുതുന്ന സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഈ മാസത്തെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ വീഡിയോ റെക്കോർഡ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തതിൽ എന്തോ ഒരു സൗണ്ട് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് അത് വീണ്ടും ചെയ്യാണ് ആ ഒരു വീഡിയോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ടൈം ഷെഡ്യൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഏപ്രിൽ ബാച്ച് ചാപ്റ്റർ ടൈം ഷെഡ്യൂളും സെക്കൻഡ് +2 ഒക്ടോബർ ബാച്ച് ചാപ്റ്റർ ടൈം ഷെഡ്യൂളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ള 6 മന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഫെബ്രുവരി ടു ജൂലൈ വരെയുള്ള 6 മന്ത് കാൽക്കുലേഷൻ ആയിരുന്നു നമ്മുടെ ക്ലാസ്സിൻ്റെ കാൽക്കുലേഷൻ ഉണ്ടായിരുന്നത്. അതനുസരിച്ച് ക്ലാസ് കണ്ട് പഠിച്ച സ്റ്റുഡൻസ് ഇംഗ്ലീഷ് 3.5, മലയാളം 3, അറബി 2.5, ഹിസ്റ്ററി 3.5, പൊളിറ്റിക്സ് 3.6, സോഷ്യോളജി 3.5, ബിസിനസ് സ്റ്റഡീസ് 2.5, അക്കൗണ്ടൻസി 3.5, ഫിസിക്സ് 3, കെമിസ്ട്രി 3.5, ബയോളജി 3, മാത്തമാറ്റിക്സ് 4. ഓരോ മാസവും ഈ ഒരു ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായ രീതിയിൽ കുറഞ്ഞ ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് ഓരോ മാസവും നമ്മൾ പറഞ്ഞിട്ടുള്ള രീതിയിൽ ആഴ്ചയിൽ ഒരു 5 ദിവസം, മിനിമം 5 ദിവസം, അതിലൊരു 5 ദിവസത്തിലെ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ വീതം നിങ്ങൾ ക്ലാസ് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 6 മന്ത് ഡ്യൂറേഷനിലായിട്ട് ഓരോ മാസവും തീർക്കേണ്ട ചാപ്റ്റേഴ്സുകൾ വെരി സിമ്പിളായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനത്തെ സ്റ്റുഡൻസിനുള്ള ഓഗസ്റ്റ് ഈ ഒരു മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിവിഷൻ ചെയ്യാനാണ്. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ചാപ്റ്റേഴ്സുകളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യുക. അപ്പോൾ കൂടുതൽ ടൈം ഈ ഒരു മാസം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. രണ്ടാമത് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ. ഒരു റിവിഷൻ കഴിഞ്ഞ് പിന്നെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ ചെയ്യാനുള്ള മാസമാണ് ഈ ഒരു മാസം. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഈ ഒരു മാസം ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് സെപ്റ്റംബർ മന്തിൽ നമ്മുടെ മോഡൽ എക്സാം നടത്തും. മോഡൽ എക്സാമിൻ്റെ മന്താണ്. അപ്പോൾ നമ്മൾ അക്കാഡമി ഡയറക്റ്റായിട്ട് ഓൺലൈനായിട്ട് മോഡൽ എക്സാം നടത്തും. അതിൻ്റെ ഡീറ്റെയിൽസിൽ ക്വസ്റ്റ്യൻസ് ആ ടൈമിൽ വാട്സപ്പ് ത്രൂ അയച്ച് നിശ്ചിത 2-3 മണിക്കൂർ കൃത്യമായിട്ട് തരും. ആ ഒരു ടൈമിൽ നിങ്ങൾ എക്സാമിനേഷൻ എഴുതി അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ അത് ഫോട്ടോ എടുത്ത് PDF ആക്കിയിട്ട് നമുക്ക് അയച്ചു തരാം. അതായിരുന്നു നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ വരുന്നത്, ഒരു മോഡൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് വെരി സിമ്പിളായ രീതിയിൽ തന്നെ ഈ ഒരു മാസം റിവിഷനും ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂവും ചെയ്യാൻ പറ്റും. ഇനി ആരെങ്കിലും ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർ വളരെ പെട്ടെന്ന് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഒന്നുകൂടെ ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ സെക്കൻഡ് ലാസ്റ്റ് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാൻ പറ്റും. അവിടെയാണ് 2024 ഏപ്രിലിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ കാണാം. അതുപോലെ 2024 ഏപ്രിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷിൻ്റെ ഒന്ന് ഡൗൺലോഡ് ചെയ്യുന്നു, അതൊന്ന് ഓപ്പൺ ചെയ്ത് അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ കാണാൻ പറ്റും. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് ഏറ്റവും താഴെ 39 ക്വസ്റ്റ്യൻസാണ് ടോട്ടലി ഉള്ളത്. അത് കഴിഞ്ഞ് മാർക്കിംഗ് സ്കീം എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണാൻ പറ്റും. അതാണ് നിങ്ങൾക്ക് അതിൻ്റെ ആൻസറുകൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. 1 B. രവീന്ദ്രനാഥ് ടാഗോർ, 2 C. ലവ് എന്നുള്ളതാണ്. നമുക്കതൊന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ പോയറ്റ് ഓഫ് ദ പോയം വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ? വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്നുള്ള ആ ഒരു പോയമിൻ്റെ പോയറ്റ് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ B ആണ് രവീന്ദ്രനാഥ് ടാഗോർ എന്നുള്ളതാണ് ശരി. ഓക്കെ, അത് നമുക്ക് നോക്കാൻ ഹിൻസായിട്ട്, ആൻസേഴ്സിൻ്റെ ഹിൻസായിട്ട് നമുക്ക് നേരത്തെ ഞാൻ കാണിച്ച മാർക്കിംഗ് സ്കീം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അത് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണുള്ളത്. മറ്റേതൊക്കെ മെയിൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളാണ്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളാണ്. അത് നിങ്ങൾ റിവ്യൂ ചെയ്ത് കൃത്യമായിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വരും, ഓരോ സബ്ജക്റ്റിൽ എങ്ങനെ വരും, എന്തെല്ലാം വരും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. മറ്റൊന്ന്, ഓരോ ക്ലാസ് റൂം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് MP3 ക്ലാസ്സസ് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെ ടെക്സ്റ്റ് ബുക്ക്, ഇംഗ്ലീഷിലെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെ 22 ലെസൺസാണ് ടോട്ടലി ഇവിടെ വരുന്നത്. 60% ചാപ്റ്റേഴ്സ്, അതിൻ്റെ ഇൻഡെക്സ് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഈ ഇൻഡെക്സിലുള്ള ഈ 22 ചാപ്റ്റേഴ്സുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ചാപ്റ്റർ 6, 7, 8, 9, 10, 12, 30 തുടങ്ങിയുള്ള ചാപ്റ്റേഴ്സുകൾ. അപ്പോൾ മറ്റു ചാപ്റ്റേഴ്സുകളൊക്കെ ഇവിടെ, മറ്റു ചാപ്റ്റേഴ്സുകളൊക്കെ നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ബാക്കിയുള്ള 60% ചാപ്റ്റേഴ്സ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് 22 ലെസൺസാണ് വരുന്നത്. അതിൻ്റെ ഓരോ മൊഡ്യൂളിനും എത്ര മാർക്ക് വരിക എന്നുള്ളത് ഇതിലും കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റായിട്ടൊരു മൊഡ്യൂൾ കാണാം, 15 മാർക്കിന് വരുന്നതാണ്. ഓപ്ഷണൽ മൊഡ്യൂൾ നമുക്ക് നോക്കാം. 26A, 26B, 27A, 28A. എ എന്നുള്ളത് ഓപ്ഷണൽ മൊഡ്യൂൾ എ ആണ്. ബി എന്നുള്ളത് ഓപ്ഷണൽ മൊഡ്യൂൾ ബി ആണ്. അപ്പോൾ ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നെങ്കിൽ അത് നിങ്ങൾ എ ആണെങ്കിൽ ഒന്നെങ്കിൽ എ പഠിക്കുക, ബി ആണെങ്കിൽ ബി പഠിക്കുക. നമ്മുടെ ക്ലാസ് റൂമിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സുകളും മറ്റ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ളതും എ ആണ് ഓപ്ഷണൽ മൊഡ്യൂൾ. അപ്പോൾ എ ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 15 മാർക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 26A, 27A, 28A, 29A ചാപ്റ്റേഴ്സുകളാണുള്ളത്. ഈ ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 26A 1, 27A 2, 28A 3, 29A 4. ഈ 4 ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് 15 മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരു 50-60 മാർക്കിനുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സുകളാണ് ഏതൊക്കെ മൊഡ്യൂളാണെന്നുള്ളത് നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കണം. സോഷ്യോളജി നമുക്ക് നോക്കാം. സോഷ്യോളജി ക്ലാസ് റൂം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യോളജി ടെക്സ്റ്റ് ബുക്ക് MP3 ക്ലാസ്സസ് അത് 60% ചാപ്റ്റേഴ്സ് ഇവിടെ കാണാം. അതിൽ ഇൻഡെക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ ഇൻഡെക്സ് നോക്കിയിട്ട് ഓരോ വൈറ്റ് കളറിൽ കാണുന്ന ടോട്ടലായിട്ടില്ല ലെസൺ 3, 4, 5, 6 അത് മൊഡ്യൂൾ 1 ആണ്. രണ്ടാമത്തെ ഈ ഒരു ഓറഞ്ച് കളറിൽ കാണുന്ന ലെസൺ 12, 13, 14, 16 ആ ഒരു കള്ളിയിലുള്ള കോളത്തിൻ്റെ ഉള്ളിലുള്ളത് മൊഡ്യൂൾ 2 ആണ്. അടുത്ത ലെസൺ ഈ വൈറ്റിലുള്ളത് 17, 18, 19, 20 അത് മൊഡ്യൂൾ 3 ആണ്. അടുത്ത മൊഡ്യൂൾ 4 ആണ്, മൊഡ്യൂൾ 5. ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്ഷണൽ മൊഡ്യൂൾ ഇതാ ഇവിടെ 32A, 33A. ഇതിൽ 2 ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. 32Aയും 33Aയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ഓപ്ഷണൽ മൊഡ്യൂളിൽ നോക്കുക 14 മാർക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ 2 ചാപ്റ്റർ പഠിച്ചാൽ 14 മാർക്കായി. അപ്പോൾ ബാക്കിയുള്ള ഒരു ചാപ്റ്റേഴ്സും കൂടെ ഏതാണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാം. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിക്ക് 30 മാർക്കാണ്. തൊട്ട് മുമ്പുള്ള ഇത് വരുന്നത് അത് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് കുറഞ്ഞ ചാപ്റ്റേഴ്സിൽ നോക്കാം. അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് 1, 2, മൂന്നാമത്തത് 17, 18, 19, 20 എന്നുള്ളത് മൂന്നാമത്തെ 4 ചാപ്റ്റേഴ്സാണ് വരുന്നത്. മൂന്നാമത്തെ മൊഡ്യൂൾ നമുക്ക് നോക്കാം. അതിന് 16 മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ 16 മാർക്ക് ആ 3 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ കിട്ടും. ഇങ്ങനെ നിങ്ങൾ ഓരോ മൊഡ്യൂളിനും എത്ര മാർക്കാന്ന് നോക്കിയിട്ട് ഒരു 50 മാർക്കിനുള്ളത് നിങ്ങൾ മിനിമം പഠിച്ചു വെക്കണം. എന്നിട്ട് എല്ലാ ക്വസ്റ്റിനെ കൃത്യമായിട്ട് ആൻസർ ചെയ്താൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾക്ക് പാസ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളാണ്. മറ്റൊന്ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അക്കൗണ്ടൻസി അവക്കൊക്കെ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അക്കൗണ്ടൻസി ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ ഓറ് കൊടുത്തിട്ടുള്ളത് ഓപ്ഷണൽ മൊഡ്യൂളാണ്. ഒന്നെങ്കിൽ 32, 33, 34 അല്ലെങ്കിൽ 36, 37, 38 ഈ ഓറ് കൊടുത്തിട്ടുള്ള ഓപ്ഷണൽ മൊഡ്യൂളാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ മാർക്സ് ഫോർ മൊഡ്യൂൾ നോക്കാം. നമുക്കത് ഓറ് കൊടുത്തിട്ട് കണ്ടോ, രണ്ടും 20 ഒന്നെങ്കിൽ അതിൽ 20 മാർക്ക്, അല്ലെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്റേഴ്സുകൾ 4 ലെസൺസ് പഠിക്കുക, അത് 20 മാർക്കിനുള്ളത്. അപ്പോൾ ഇതിൽ മാർക്ക് ഓരോ മൊഡ്യൂളിന് എത്ര മാർക്കാന്നുള്ളതും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് 60% ചാപ്റ്റേഴ്സ് അസൈൻമെൻ്റ് അല്ലാത്ത നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതാണെന്നുള്ളത് ഇൻഡെക്സും ഇതിലാണ് കാണാം. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അക്കൗണ്ടൻസി എടുത്ത ആളുകൾക്ക് ഇതിൽ നിങ്ങൾ ചാപ്റ്റേഴ്സ് നോക്കാം. രണ്ടാമത് നിങ്ങൾ മൈ ക്യാമ്പസ് എന്ന് പറയുന്ന നമ്മുടെ സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വീഡിയോ ക്ലാസ്സുകൾ ഫുള്ളായിട്ട് അതിലുണ്ടാവും ഈ സബ്ജക്റ്റുകളുടെ. അത് നിങ്ങൾക്ക് കണ്ട് ഈ ഒരു ചാപ്റ്റേഴ്സിൽ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, മറ്റൊന്ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്ത സയൻസ് സ്റ്റുഡൻസിന് PCP ക്ലാസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ ഞാൻ കോൺടാക്ട് ചെയ്യാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കോൺടാക്ട് ചെയ്യാത്തതുണ്ടെങ്കിൽ നാളെ തന്നെ കോൺടാക്ട് ചെയ്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ PCP ക്ലാസ് എന്നാന്ന് ചോദിച്ച് ആ ഒരു ക്ലാസ്സിന് നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം.
അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ പ്രാക്ടിക്കൽ എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ റെക്കോർഡ് ബുക്ക് തയ്യാറാക്കണം. അതെങ്ങനെ തയ്യാറാക്കും, അതിലേതൊക്കെ ആക്ടിവിറ്റീസുകൾ ഉൾപ്പെടും എന്നുള്ളത് അവർ അവിടുന്ന് പറഞ്ഞു തരും. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ PCP ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത് അതൊരു കോൺടാക്റ്റ് ക്ലാസ് എന്നുള്ള രീതിയിൽ നമുക്കുള്ള ഇൻസ്ട്രക്ഷൻസ് തരാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ നോട്ട് ബുക്ക് കൊണ്ടുപോയിട്ട് അതിൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് സൈൻ ചെയ്ത് നിങ്ങൾ അവർ പറയുന്ന ആക്ടിവിറ്റീസുകൾ എഴുതി പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് തയ്യാറാക്കി പ്രാക്ടിക്കൽ എക്സാമിന് കൊണ്ടുപോയി അറ്റൻഡ് ചെയ്യണം. അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഈ ഒരു കാര്യം സബ്മിറ്റ് ചെയ്ത് ആ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ തന്ന ആക്ടിവിറ്റീസുകളിൽ നിന്നുള്ള ഏതെങ്കിലും 2 3 അവിടെ റിട്ടൺ ആയിട്ട് എഴുത്ത് എക്സാം ആയിരിക്കും ഉണ്ടാവുക. ക്വസ്റ്റ്യൻസ് തരും, അതിൻ്റെ ആൻസർ ഈ ആക്ടിവിറ്റീസിലുള്ള അതുപോലെ അങ്ങോട്ട് എഴുതി കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം നിങ്ങൾ മാർക്ക് വാങ്ങി പാസ്സാവും. ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിൻ്റെ PCP ക്ലാസ്സിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, റെക്കോർഡ് ബുക്ക് തയ്യാറാക്കി കൊണ്ടുപോവുക, പ്രാക്ടിക്കൽ എക്സാം എഴുതുക. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾ ആ ഒരു പ്രാക്ടിക്കൽ എക്സാമിൽ പാസ്സാവും എന്നുള്ളതാണ്. മിനിമം 50% മാർക്ക് ഇട്ട് തരും അവർ, ഇനി ഒന്നും റെഡി ആയിട്ടില്ലെങ്കിലും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു രീതിയിൽ തന്നെ പോയിട്ട് നിർബന്ധമായിട്ടും പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യണം. PCP ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ബുക്ക് തയ്യാറാക്കേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ. മറ്റൊന്ന് എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ ഒരു മാർക്കിൻ്റെ ഒരു 50% മാർക്കുകൾ വരുന്നത് ബേസ് ഇംഗ്ലീഷിൽ നിന്നാണ്. അപ്പോൾ അത് ബേസ് ഇംഗ്ലീഷ് ക്ലാസ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് 1 ക്ലാസ് 2 അതിൽ കാണാം. ക്ലാസ് 3 മുതൽ നിങ്ങൾക്ക് തന്നെ ഇവിടുന്ന് അതിൻ്റെ വീഡിയോസുകളുണ്ട്. 2 സെൻറ്റൻസുകൾ കമ്പൈൻ ചെയ്യുക, അതുപോലെ പാരഗ്രാഫ് എഴുതുക, ലെറ്റർ എഴുതുക, ഗ്രാമറിൻ്റെ കുറച്ച് കാര്യങ്ങൾ തുടങ്ങിയുള്ള വീഡിയോ ക്ലാസ്സുകളാണ് ഇവിടെ ഉള്ളത്. ഒരു 8-9 വീഡിയോസുകളുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ബുക്ക് വാങ്ങി അത് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാം പാസ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് അറബി എടുത്ത ആളുകൾക്ക് അറബി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഗൈഡ് ബുക്സും അതുപോലെ തന്നെ വർക്ക് ബുക്കും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് പ്രിൻ്റായിട്ട് അയച്ചു തന്നിട്ടുണ്ടാവും. അതിൻ്റെ ഇനി കിട്ടാത്തവരുടെ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് അറബിക് ബുക്കും അറബിക് വർക്ക് ബുക്കും നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിലും പിന്നെ ഓരോ മൊഡ്യൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ടോ, ഏതൊക്കെ മൊഡ്യൂളിനാണ് എത്ര മാർക്കാണ് വരിക എന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ്, ഈ ഒരു ചാപ്റ്റേഴ്സുകളാണ് 2, 3, 5 ഈ കാണുന്ന ചാപ്റ്റേഴ്സുകളാണ്. ഇതിൽ എത്ര മൊഡ്യൂളുണ്ട്? 1, 2, 3, 4, 5 മൊഡ്യൂളുണ്ട്. ഈ 5 മൊഡ്യൂളിനും എത്ര മാർക്കുകളാണ് കൊടുത്തിട്ടുള്ളതെന്ന് ഇതിലുണ്ട്. ഓരോ മൊഡ്യൂളിനും കൊടുത്തിട്ടുള്ള മാർക്കുകൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഏതൊക്കെ മൊഡ്യൂളാണ് പഠിക്കേണ്ടത് നോക്കുക. അതിൽ വർക്ക് ബുക്ക് തന്നിട്ടുണ്ടാവും. ഈ വർക്ക് ബുക്കിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ആ വർക്ക് ബുക്ക് എല്ലാ ചാപ്റ്റേഴ്സിനും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഉള്ളത്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും. ആ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ആൻസേഴ്സ് മാത്രം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അറബി എക്സാമിൽ വളരെ സിമ്പിളായ രീതിയിൽ തന്നെ പാസ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, മലയാളത്തിൻ്റെ മറ്റു ക്ലാസ്സുകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനി ഈ ഒരു മാസം നിങ്ങൾക്ക് റിവിഷനും അതുപോലെ തന്നെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ ചെയ്യാനുള്ള മാസമാണ്. അതുപോലെ ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമാണെങ്കിൽ ബാക്ക് അടിച്ച് നമ്മുടെ ഹോം പേജിലോട്ട് വന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് +2 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈറ്റ് ഓപ്പൺ ആവും. ഇവിടെ എല്ലാ ക്വസ്റ്റ്യൻസുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനൊന്നും ബാക്ക് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുവരെ ആരും സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നല്ല രീതിയിൽ തന്നെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ എക്സാം പാസ്സാകാൻ വേണ്ടിയുള്ള മാർക്കുകൾ ശേഖരിക്കാൻ എല്ലാവർക്കും അതിനുള്ള ആശംസകൾ നേരുന്നു. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നല്ല ഉറച്ച വിശ്വാസത്തിൽ കോൺഫിഡൻസോട് കൂടെ മുന്നോട്ട് പോവുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. ഓക്കെ, താങ്ക് യു.